അതിദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പൊള്ളത്തരമെന്ന് തെളിയുന്നു. മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടികൾ ഒച്ചിഴിയുന്ന വേഗത്തിലാണ്. 5776 അതിദാരിദ്ര്യ കുടുംബങ്ങളിൽ വീടും സ്ഥലവും ലഭ്യമാക്കാനായത് 412 കുടുംബങ്ങൾക്ക് മാത്രമാണ്. ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി കണ്ടെത്താൻ ലാൻഡ് പർച്ചേസ് ഫെസിലിറ്റേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഉത്തരവിറക്കി സർക്കാർ. ജനം ബ്രേക്കിംഗ്. 2025 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. സമഗ്രവും ശാസ്ത്രീയവുമായ പരിപാടികൾ ഇതിനായി നടപ്പിലാക്കുന്നുവെന്നും സർക്കാർ അവകാശപ്പെടുന്നു. അടുത്തിടെ പുറത്തിറക്കിയ വാർഷിക കൈപ്പുസ്തകത്തിലും ഇതെല്ലാം സർക്കാർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇപ്പോഴും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് വേഗം പോരുന്നതിന് തെളിവ് ഈ സർക്കാർ ഉത്തരവ് തന്നെ. കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് കുടുംബങ്ങളെയും വ്യക്തികളെയും അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള മൈക്രോ പ്ലാനുകൾ പ്രകാരം സ്ഥലവും വീടും ആവശ്യമുള്ള 5776 കുടുംബങ്ങളുണ്ടെന്നാണ്. ഇതിൽ 2024 ഡിസംബർ 31 വരെ വീടും സ്ഥലവും ലഭ്യമാക്കാൻ കഴിഞ്ഞത് 412 കുടുംബങ്ങൾക്ക് മാത്രം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജനുവരി 30 നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരാമർശം. 2021 ജൂൺ 2 അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്താനായി സംസ്ഥാന സർക്കാർ സർവേ നടപടികൾ ആരംഭിക്കുന്നത്. 3 വർഷവും 9 മാസവും കഴിഞ്ഞിട്ടും 7.13% കുടുംബങ്ങൾക്ക് മാത്രമാണ് സ്ഥലവും വീടുമെങ്കിലും നൽകാൻ സർക്കാരിനായത്. നടപടികൾ വേഗത്തിലാക്കാനാണെന്ന പേരിൽ പതിവ് പോലെ വീണ്ടും ഒരു സമിതിയും സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപന അധ്യക്ഷൻ മുതൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വരെയുള്ള 6 അംഗ ലാൻഡ് പർച്ചേസ് സമിതിയാണ് സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. പുനരധിവാസത്തിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്തി നടപടികൾ വേഗത്തിലാക്കുകയാണ് ലക്ഷ്യം. കേരളം അതിദാരിദ്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് സർക്കാർ പറഞ്ഞ നവംബർ 1 ഇനി ഏതാണ്ട് 8 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനുള്ളിൽ വേണം അതിദാരിദ്ര്യ പട്ടികയിലുള്ള 92.87% ആളുകൾക്കും വീടും സ്ഥലവും കണ്ടെത്തി നൽകാൻ. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.